ക്ലാസ്സിലായിരുന്നു രാധിക. അല്ലെങ്കിൽ അവളവിടെ വിഷമിച്ച് നിൽക്കായിരുന്നു. എന്തിനാ വിഷമിക്കുന്നത്? ആ പ്രശ്നം തീർന്നു. വരുണിനെ പോലീസുകാർ വിട്ടു. സത്യം? എന്നെ ഇപ്പൊ അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരുണിന്റെ പേരിൽ ഒരു ചാർജും ഇല്ല. താങ്ക് യു മാഡം. ഈ ഒരു കാര്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വരുൺ പാവ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാ. എനിക്ക് മാഡം, ഞാനെന്റെ വീട്ടിൽ പോയിക്കോട്ടെ. അവിടെ ചെന്ന് എല്ലാരോടും പറയണം. എന്നിട്ട് ഞാൻ ഇന്ന് തിരിച്ചു വരില്ല. കുറെ നേരം ഭഗവാന്റെ മുന്നിൽ ഇരിക്കണം. മാഡത്തിനെ കൊണ്ട് ഈ ഉപകാരം ചെയ്യാൻ ഭഗവാൻ തോന്നിപ്പിച്ചല്ലോ. വരുൺ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ. മനസ്സമാധാനത്തോടെ പോയിക്കോളൂ. ശരി മാഡം, ഞാൻ പോവാ. ഇറങ്ങട്ടെ. ശ്യാമ ശ്രദ്ധിച്ച അവളെ. വരുണിന്റെ കാര്യം പറഞ്ഞു തുടങ്ങിയിട്ട് എനിക്ക് എന്ന് പറഞ്ഞ് അവളെന്തോ പറയാൻ വന്നു. പെട്ടെന്ന് അവളത് പറഞ്ഞൂല്ല. അതെന്താ അങ്ങനെ? കാര്യം എനിക്ക് മനസ്സിലായില്ല. ഏറ്റവും പ്രിയപ്പെട്ടവനോട് തോന്നുന്നൊരു വൈകാരികത. നമ്മൾ ചിന്തിക്കുന്ന ഒന്നും ശരിയായിരിക്കാൻ സാധ്യതയില്ല. എപ്പോഴെങ്കിലും നമുക്കത് കുട്ടിയോട് ചോദിക്കണം. എന്തോ അങ്ങനെ മനസ്സിൽ തോന്നിപ്പോയി. അത് ചോദിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. അവൾ എനിക്ക് ഉമ്മ തരുന്നു, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ. ചേച്ചി, എൻ്റെ മോൾ എന്നെ ഉമ്മ വെച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിലെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക.